കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. പ്രിയമുള്ളവരെ, നമ്മുടെ ശത്രുക്കൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ചെറുത്ത് നിൽക്കണം. ചെറുത്ത് നിന്നില്ലെങ്കിലോ അവർ നമ്മളെ തോൽപ്പിക്കും, നമ്മളെ കീഴ്പ്പെടുത്തും. പലപ്പോഴും നമ്മൾ കീഴ്പ്പെടാൻ കാരണം ശത്രുവിനേക്കാളും ആരോഗ്യം കുറയുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ, ആ ശക്തിയെ തോൽപ്പിക്കാൻ പറ്റാത്തത് നമ്മുടെ അറിവ് കുറവുകൊണ്ടും നമ്മുടെ ശക്തി കുറവുകൊണ്ടൊക്കെയാണ്. മുൻകരുതലെടുക്കുന്നില്ല. ബൈബിൾ പറയുകയാണ്, സാത്താനെ നിങ്ങൾ ചെറുത്ത് നിൽക്കുവിൻ. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ. അതായത് നമ്മളെപ്പോഴും ഈ പിശാചിനെ എതിരിടണം. അതെങ്ങനെയാണ് എതിരിടേണ്ടത്? ദൈവത്തിൻ്റെ വചനമാകുന്ന വാള് നമ്മുടെ കയ്യിലുണ്ടാകണം. സത്യം കൊണ്ട് അരമുറുക്കണം. നീതിയുടെ കവചം ധരിക്കണം. രക്ഷയുടെ പടത്തൊപ്പി ധരിക്കണം. അപ്പോൾ നമ്മൾ ഇപ്രകാരമുള്ളൊരു ശക്തമായ കോട്ട നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. പറയുകയാണ്, അവൻ നിങ്ങളിൽ നിന്നും ഓടി അകന്നു കൊള്ളും. അപ്പോൾ പിശാച് നമ്മിൽ നിന്നും ഓടി അകലണമെങ്കിൽ നമ്മൾ ചെറുത്ത് നിൽക്കണം. നമ്മൾ വെറുതെ ഇരുന്നാൽ പിശാച് നമ്മൾ ഉപദ്രവിക്കും. അപ്പോൾ നമ്മൾ എതിർത്ത് നിൽക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിലപ്പോൾ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാകും. അതിങ്ങനെ ഒരു കഴുകൻ ഒരു വിശന്ന് കിടക്കുന്നൊരു കുഞ്ഞിൻ്റെ അടുത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. അത് മരിച്ചു കഴിഞ്ഞാൽ അതിന് ചെറിയൊരു അനക്കമുണ്ട്, അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് അനങ്ങുന്നത് കൊണ്ടാണ് അതൊന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവനോടെ പ്രതികരിക്കണം. നമ്മൾ വെറുതെ ഇരുന്നാൽ അപ്പോൾ നമ്മൾ തോൽപ്പിക്കും. ആ പിശാചിനെ തോൽപ്പിക്കാനുള്ള ആയുധങ്ങളാണ് നമ്മുടെ കയ്യിൽ വചനം, സത്യം, നീതി, രക്ഷ. എഫെസോസ്കാർക്കുള്ള ലേഖനത്തിൽ 6-ാം അധ്യായം 10 മുതൽ 17 വരെ പറയുന്നത്. അതുകൊണ്ട് തിന്മയെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. തിന്മയെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകം പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും നമുക്ക് തോൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദുരിതങ്ങളേറുന്ന വഴിയിൽ ദിശയറിയാതെ നീങ്ങുന്നവൻ ഞാൻ, ഇടറാതെ നോക്കി നീ നിത്യം സുഖമരുളേണമേ ദയാമയനേ. തികവാർന്ന പുണ്യമായി നീ എൻ്റെ നാളുകൾ വരധന്യമായി മാറ്റിടേണേ. പാരിൻ്റെ പാലകൻ നീയേ, സ്വർഗ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.